بسم الله الرحمن الرحيم. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1479 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 18-19 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. صدق الله العلي العظيم. സൂറത്ത് സബയിലെ 18-19 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഈ 2 ആയത്തുകൾ ഉൾപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 15, 16, 17 ആയത്തുകൾ, ഈ 3 ആയത്തുകളും ഈ സൂറത്തിന് സബ എന്ന പേര് വരുന്നതിന് കാരണമാകുന്ന പരാമർശം അടങ്ങിയിട്ടുള്ള ആയത്തുകളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മൾ ആ 3 ആയത്തുകൾ വിശദമായിട്ട് പഠന വിധേയമാക്കുകയുണ്ടായി. യമനിലെ സബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭൂപ്രദേശവും ഒരു രാഷ്ട്രവും അവർക്ക് അല്ലാഹു അവരുടെ വാസസ്ഥലങ്ങളുടെ പരിസരത്ത് തന്നെയായി ഇടതും വലതും ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഫലസമൃദ്ധിയുള്ള തോട്ടങ്ങളെ നൽകിയ കാര്യമാണ് തുടക്കത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. സബ ഭൂപ്രദേശത്തെ എവിടെ ചെന്നാലും ഒരാൾക്ക് തന്റെ ഇടതും വലതും ഭാഗങ്ങളിലായിട്ട് ഫലസമൃദ്ധിയുള്ള തോട്ടങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അവരോട് കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു എന്ന നിർദ്ദേശമാണ് നൽകപ്പെടുകയുണ്ടായിരുന്നത്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായി നൽകിയിട്ടുള്ള വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ അവനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നിർദ്ദേശം. യഥാർത്ഥത്തിൽ ആ നാടിന്റെ അവസ്ഥ ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ എന്ന വളരെ ക്ഷേമകരമായ ഒരു അവസ്ഥയായിരുന്നു. ഉത്കൃഷ്ടമായ ഒരു രാജ്യം, ഉത്കൃഷ്ടമായ ഒരു നാട്, വളരെയേറെ പരിഗണന കൊടുക്കുന്ന, വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബും
ഒരു നാഥനും. ആ നാടിന്റെ ഏറ്റവും ഐശ്വര്യപൂർണമായ അവസ്ഥ സൂചിപ്പിക്കുന്ന ഒരു വിവരണമാണ്. എന്നാൽ അള്ളാഹു നൽകിയ വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുകയും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുകയും ചെയ്യുക എന്ന എളിമയോടുകൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ആ നാട്ടിലെ ആളുകള് വിസമ്മതിക്കുകയായിരുന്നു. അവര് അത്തരം സന്ദേശങ്ങളോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുകയും അവര് മുഖം തിരിച്ചു കളയുകയും ചെയ്തു. അതിനെ തുടർന്ന് അള്ളാഹു അവർക്കൊരു വിപത്ത് സംഭവിപ്പിക്കുകയാണ്. അണപൊട്ടി ഒഴുകിയ ജലപ്രവാഹം ആ നാടിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു. ഫലസമൃദ്ധിയുടെ അടയാളപ്പെടുത്തലായിട്ട് ഉണ്ടായിരുന്ന തോട്ടങ്ങൾ ഒക്കെയും തന്നെ നശിച്ചുപോയി. പകരമായിട്ട് പിന്നെ അവിടെ അവശേഷിച്ചത് ജലശൂന്യതയില് നിർജ്ജലമായ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില പാഴ്ചെടികളും മരങ്ങളും ഒക്കെയാണ്. ഭക്ഷ്യയോഗ്യമായിട്ട് ഒരു പക്ഷെ അപൂർവമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചില ഇലന്ത മരങ്ങൾ മാത്രമായിരുന്നു അവർക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പിന്നെ അവിടെ അവശേഷിച്ചത്. കയ്പ് അതുപോലെ ചവർപ്പും ഒക്കെ ഉള്ള തരം കായ്കള് ഫലങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളും അതുപോലെ ഭക്ഷ്യയോഗ്യമല്ലാത്ത കായ്കൾ മാത്രം ഉണ്ടാകുന്ന ശവോക്ക് മരങ്ങൾ, കാറ്റാടി മരങ്ങൾ പോലെയുള്ളതും വിരളമായി മാത്രം കുറച്ച് എലന്ത മരങ്ങളുമാണ് പിന്നീട് ആ പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ അവസരമൊരുങ്ങിയത്. സബവുകാരുടെ നന്ദികെട്ട പെരുമാറ്റത്തിനും നിലപാടിനുമൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രതിഫലമായിരുന്നു അത്. നന്ദികെട്ട നിഷേധികൾക്കല്ലാതെ ഇതുപോലെയുള്ള പ്രതിഫലം നൽകപ്പെടുമോ എന്ന ഒരു ചോദ്യത്തിലാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകൾ അവസാനിക്കുന്നത്. അതിനെ തുടർന്ന് സബഅ് പ്രദേശത്തെ ആളുകളുമായി തന്നെ ബന്ധമുള്ള ചില കാര്യങ്ങൾ കൂടി അള്ളാഹു പറയുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 18-19 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് അവരുടെ സബഅുകാരുടെയും പരിസര പ്രദേശങ്ങളിലെ ആളുകളുടെയും ചില അനുഭവങ്ങളാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കുന്നത്. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. ഇതാണ് 18-ാമത്തെ ആയത്തിൽ പറയുന്നത്. وجعلنا بينهم وبين القرى التي باركنا فيها. അല്ലാഹു രണ്ട് നാടുകളെ പരാമർശിക്കുകയാണ്. ഒന്ന് ഇതിനകം 15 മുതൽ 17 വരെയുള്ള ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട സബഅുകാരാണ്. അവർക്കും വബൈനൽ ഖുറല്ലത്തി ബാറക്നാ ഫീഹ, നാം വിശിഷ്ടമായ വിധത്തിൽ അനുഗ്രഹിച്ചിട്ടുള്ള ചില നാടുകളുണ്ട്, ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങൾക്കും ഇടയിൽ നാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഖുറൻ ലാഹിറത്തൻ, പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റുന്ന പ്രകടമായ ചില നാടുകളും. വഴിയോരത്തായിട്ട് ആ സബയിൽ നിന്ന് ഈ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിച്ച ഭൂപ്രദേശത്തേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ ആ പാതയോരത്തായിട്ട് എല്ലാവർക്കും ദൃഷ്ടിയിൽ പെടുന്ന വിധത്തിൽ വേറെയും ചില നാടുകൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة
ഖുറൻ ലാഹിറത്തൻ എന്ന് പറഞ്ഞ പ്രത്യക്ഷത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ചില ഖറിയത്തുകൾ, ചില നാടുകൾ. അപ്പോ 3 ജനവാസ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ജനവാസമുള്ള നാടുകളെയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മൾ തൊട്ടു മുകളിലുള്ള ആയത്തുകളിൽ ചർച്ച ചെയ്ത സബ സമൂഹത്തിന്റെ നാടുകൾ, അവരുടെ പട്ടണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭൂപ്രദേശം, സബ എന്ന രാജ്യം. അതുപോലെ രണ്ടാമത്തത് അൽ ഖുറല്ലത്തി ബാറഖ്ന ഫീഹ എന്ന വിധത്തിൽ അള്ളാഹു വിവരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അള്ളാഹു വളരെ പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിച്ച, അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ ചൊരിഞ്ഞുകൊടുത്ത ചില ഭൂപ്രദേശങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു വിവരണം നൽകിക്കൊണ്ട് ഒരു പ്രദേശത്തെ അള്ളാഹു പരാമർശിക്കുന്നത് കാണാം. സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തില് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലതി ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് കാണാം. സൂറത്തുൽ ഇസ്രാഇന്റെ ആ സൂറത്തിന് ബനി ഇസ്രാഈൽ എന്ന പേരിലും ഒരു പരാമർശം കാണാം. അപ്പൊ ആ സൂറത്തിന്റെ തുടക്കത്തില് അള്ളാഹു പരാമർശിക്കുന്ന ഒരു നാട് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഭൂപ്രദേശമാണ്. അള്ളാഹു പല നിലക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു ഭൂപ്രദേശം. നേരത്തെ പരാമർശിക്കപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും അതുപോലെ നിരവധി ബനു ഇസ്രായേൽ പ്രവാചകന്മാരും അവരുടെ പ്രവർത്തന മണ്ഡലമായി സ്വീകരിച്ചിരുന്ന ഭൂപ്രദേശം. മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന നാട്, ജെറുസലേം എന്ന പേരിലും അതുപോലെ അതിന്റെ ചുറ്റുപാടുമായുള്ള നാടുകളൊക്കെ അടങ്ങുന്ന പ്രദേശം. ഷാമും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന ആ ഭൂപ്രദേശത്തെയാണ് സിറിയ, ഇന്നത്തെ സിറിയ, ജോർഡാൻ, അതുപോലെ ഫലസ്തീൻ, ഇന്ന് ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, ഇതൊക്കെ അടങ്ങുന്ന ഭൂപ്രദേശങ്ങളെ ആണ് അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ച ഭൂപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒട്ടുമിക്ക പ്രവാചകന്മാരും അവരുടെ പ്രവർത്തന മണ്ഡലമായിട്ട് കണ്ടിരുന്നത് ആ പ്രദേശമാണ്. ആ കേന്ദ്രങ്ങളെ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് ദാവൂദ് അലൈഹിസ്സലാം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു രാഷ്ട്രം രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. അവിടെ ദൈവികമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, ദൈവിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു രാജ്യ സംവിധാനം നടപ്പിലാക്കുകയുണ്ടായത്. ദാവൂദ് അലൈഹിസ്സലാമിനെ തുടർന്ന് സുലൈമാൻ അലൈഹിസ്സലാം അവിടെ ഭരണം കൈയാളുകയുണ്ടായി. അദ്ദേഹവും വളരെ ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ വളരെ വൈഡായ, ആ കാലത്തെ ഏറ്റവും വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശത്തെ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തില് ദൈവിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് ആ ഭൂപ്രദേശങ്ങളെ കൈകാര്യം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ അള്ളാഹു ഏറെ ചൊരിഞ്ഞിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഈ നാടിനെ നാം പ്രത്യേകമായി അനുഗ്രഹിച്ച നാട് എന്ന വിധത്തിൽ പരാമർശിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു സബഉകാരെ പരാമർശിച്ചതിന് ശേഷം, സബഉകാരുടെ നാടിനെ പരാമർശിച്ചതിന് ശേഷം പിന്നെ നാം പ്രത്യേകമായി അനുഗ്രഹിച്ച ഒരു നാട് എന്ന നിലക്ക് ഫലസ്തീൻ ഷാം പ്രദേശത്തെ പരാമർശിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഈ 2 നാടുകൾക്കും ഇടയിലായിട്ട്, ഈ 2 ഭൂപ്രദേശങ്ങൾക്കും ഇടയിലായിട്ട് നാം ചില നാടുകളെ ഖുറൻ ലാഹിറത്തൻ, വളരെ പ്രകടമായ ശ്രദ്ധ അർഹിക്കുന്ന വിധത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില നാടുകളെയും ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 പ്രദേശങ്ങൾക്കിടയിൽ യമനിലെ സബഅ് പ്രദേശം മുതൽ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ജെറുസലേമിലെ പ്രദേശം വരെ, ഫലസ്തീനിലെ ആ ഭൂപ്രദേശം വരെയുള്ള
ദീർഘമായ ഒരു പ്രദേശം, ഒരു വലിയ രാജപാത തന്നെ അവയെ ബന്ധിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ പാതയുടെ ഇരുവശങ്ങളിലായിട്ട് പല പട്ടണങ്ങളും ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നവർക്ക് യമനിൽ നിന്ന്, സബയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയുടെ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ പാതയുടെ ഇരുവശങ്ങളിലായിട്ട് അങ്ങനെ ആൾപ്പാർപ്പുള്ള പല കേന്ദ്രങ്ങളും പല ഖറിയത്തുകളും ശ്രദ്ധയിൽപ്പെടുമായിരുന്നു അവരുടെ. അപ്പൊ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഈ ഒരു വിശാലമായ പാതയും ആ പാതയുടെ ഇരുവശങ്ങളിലായിട്ട് വളർന്നു വന്നിരുന്ന ജനവാസ കേന്ദ്രങ്ങളെയുമാണ്. അപ്പോ വജഅൽന ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്ന ഫീഹ, ഇവർക്കും നാം പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിച്ച നാടുകളുടെ ഇടയിലുമായിട്ട് നാം സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട് ഖുറൻ ലാഹിറത്തൻ, വളരെ ശ്രദ്ധയിൽപ്പെടുന്ന വിധത്തിലുള്ള ചില പട്ടണങ്ങൾ അല്ലെങ്കിൽ ചില നാടുകൾ. ഈ ഖറിയ എന്ന വാക്കിന്റെ ബഹുവചനാണ് ഖുറ എന്നത്. ഉമ്മുൽ ഖുറ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഈ ഖറിയ എന്ന വാക്ക് അറബി ഭാഷയിൽ പല ഗ്രേഡിലും ഉപയോഗിക്കാറുണ്ട്. വളരെ കുറഞ്ഞ ജനവാസം മാത്രമുള്ള തനി ഗ്രാമ്യമായ പ്രദേശങ്ങളെ ആ വാക്ക് കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ സെറ്റിൽമെന്റ് ഒക്കെ അധികമായി ഒരു പട്ടണ സ്വഭാവം കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളെയും ഇനി അത് ഒരു നഗരമായി വികസിച്ചു വന്ന അവസ്ഥയെയും ഒക്കെ ഈ പദം കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ജനവാസത്തിന്റെ തോതിലും ആൾ സാന്നിധ്യത്തിന്റെയും അത്തരം മനുഷ്യന്റെ ഇടപെടൽ കാരണമായുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ അളവിലും കണക്കിലും തോതിലും മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എല്ലാം ജനങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ്. അത് പല വലിപ്പത്തിലും വികസനത്തിന്റെ കാര്യത്തിൽ പല തട്ടുകളിലായി നിൽക്കുന്നതും ഒക്കെ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം ജനസാന്നിധ്യമുള്ള വാസസ്ഥലങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അതാണ് നൽകുന്ന സൂചന. അപ്പോ സബകാരുടെ നാട്, ആ നാടിനും നാം പ്രത്യേകമായി അനുഗ്രഹിച്ച നാടുകൾക്കും ഇടയിലായിട്ട് നാം ചില നാടുകളെ സ്ഥാപിച്ചിരുന്നു. ഖുറൻ ലാഹിറത്തൻ. ആർക്കും ആ നാടുകളെ അവഗണിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് അവയെ ഖുറൻ ലാഹിറത്തൻ എന്ന് പറയുന്നത്. ഉൾനാടുകളിലും മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ ഈ രാജപാതയിൽ നിന്ന്, ഈ അന്തർദേശീയ പാതയിൽ നിന്ന് ഒരുപാട് അകലെയായി കാട് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാടും കാടോ മരുഭൂമിയോ ഒക്കെ ആയിട്ടുള്ള വിധത്തില് ഉൾപ്രദേശത്തായുള്ളതല്ല. ഈ വിശാല പാതയുടെ ഓരങ്ങളിലായിട്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചില ഖറിയത്തുകള് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് യമനിലെ സബ മുതൽ ഫലസ്തീനിലെ ഈ ജെറുസലേം വരെയുള്ള ആ വിശാലമായ പാതയുടെ ഇരുവശങ്ങളിലുമായിട്ട് പല പട്ടണങ്ങളും ഗ്രാമങ്ങളും വികസിച്ചു വന്നിരുന്നു. അവിടെ വലിയൊരു സംസ്കാരവും ഒരു നാഗരികതയും ഒക്കെ രൂപമെടുത്തിരുന്നു എന്നതാണ്. ആ വിധത്തില് മനുഷ്യ സാന്നിധ്യം കൊണ്ടുണ്ടാവുന്ന വികസനം അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ വജഅൽന ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്ന ഫീഹ ഖുറൻ ലാഹിറത്തൻ. എന്നിട്ട് അല്ലാഹു പറയുന്നത് വഖദ്ദർന ഫീഹ സൈർ, അവിടെ നാം വഴിദൂരം കണക്കാക്കുക കൂടി ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് ഈ ഫലസ്തീനിലേക്കുള്ള യാത്രയുടെ പാതയോരങ്ങള് ജനസാന്നിധ്യമുള്ളതായിരുന്നു. മാത്രവുമല്ല ഓരോ സ്റ്റേജിലേക്കുമുള്ള ദൂരം എത്രത്തോളം ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന വിധത്തില് കണക്കാക്കപ്പെട്ടതായിരുന്നു. പൗരാണിക കാലത്ത് ഒരു പ്രദേശത്ത് നിന്ന് വിദൂരമായ മറ്റൊരു പ്രദേശത്തേക്കുള്ള ദൂരം ഒന്നും അങ്ങനെ
കണക്കാക്കപ്പെട്ട് ആളുകൾക്ക് അത് ഗണിച്ചുകൊണ്ട് ബോധ്യപ്പെട്ടൊന്നും യാത്ര പുറപ്പെടാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഗൂഗിൾ എർത്ത് മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് റിമോട്ടായ ഭൂമിയുടെ ഏത് ഭാഗത്തുള്ള ഒരു സ്ഥലത്തിലേക്കും നമ്മുടെ വീട്ടിൽ നിന്നുള്ള അകലം എത്രയാണ് എന്നത് ഇരുന്ന ഇരിപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ വിശുദ്ധ ഖുർആന്റെ അവതരണം പോലും സംഭവിക്കുന്നതിന്റെ 1-2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും നൂറ്റാണ്ടുകൾക്കെങ്കിലും മുമ്പുള്ള അവസ്ഥ ഈ ഭൂപ്രദേശങ്ങളിൽ അവരുടെ ഈ യാത്രാ ദൈർഘ്യം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു യാത്രാ ലക്ഷ്യത്തിലേക്ക്, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കും അങ്ങോട്ടുള്ള യാത്രക്ക് എന്നതൊന്നും അത്ര ആളുകൾക്ക് അറിവുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെയാണ് ലോകത്തിന്റെ മിക്ക പ്രദേശങ്ങളും ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. യമനും അതുപോലെ ഫലസ്തീനും ഇടയ്ക്കുള്ള ആ സഞ്ചാരമാർഗം വളരെ വിശാലതയുള്ളതും സഞ്ചാരത്തിന് അവര് പുറപ്പെടുമ്പോ അതിന്റെ ഓരോ സ്റ്റേജും ദൂരം മനസ്സിലാക്കിക്കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട വിധത്തില് അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമായിരുന്നു. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വഖദ്ദർന ഫീഹ സൈർ, അവിടുത്തെ സെയ്ർ, അവിടുത്തെ യാത്രാ ദൈർഘ്യം നാം കണക്കാക്കിയതായിരുന്നു. നാം കണക്കാക്കി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടേക്ക് മയിൽക്കുറ്റി സ്ഥാപിച്ച് അവിടെ ദൂരം എഴുതി വെച്ച് പോയി എന്നൊന്നും. മനുഷ്യന് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത, അതിനുള്ള ബുദ്ധിയും ആശയവും ഒക്കെ നൽകിയ, അതിനുള്ള സാങ്കേതികമായ സൗകര്യം ഒരുക്കി കൊടുത്ത കാര്യങ്ങളെയൊക്കെ അള്ളാഹു നാം ചെയ്തു എന്ന് തന്നെയാണ് പറയാ. അത് പറയാൻ അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. പലപ്പോഴും രാജാക്കന്മാര് റോഡ് നിർമ്മാണം ത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് നാം നിർമ്മിച്ച റോഡ് എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കതില് ചിലപ്പോ ഒരു അതിശയോക്തിയോ അല്ലെങ്കിൽ തമാശയൊക്കെ തോന്നിയെന്ന് വരും. എന്നാൽ അങ്ങനെയല്ല. അതിനേക്കാളൊക്കെ ഏറെ മനുഷ്യൻ അതിനുള്ള വഴി തുറന്നു കൊടുക്കുന്ന, അതിനുള്ള ആശയം ഇട്ടുകൊടുക്കുന്ന, അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചെയ്യുന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹു ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരം സംഗതികളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതുമാണ് എന്നത് നമുക്ക് നാഗരിക വളർച്ചയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമമുണ്ട് ഈ നാഗരികമായ മുന്നേറ്റത്തിന്റെ ഓരോ ഘട്ടങ്ങൾക്കും. അത് പിന്നീട് വരേണ്ട ഒരു ഘട്ടം ആദ്യം സംഭവിക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവുന്നില്ല. അതിന്റെ ഒരു ക്രമം അനുസരിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി ഒരു ആസൂത്രണം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെയും നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ എടുത്തുകൊണ്ട് വികസിച്ചു വരുന്ന സംഗതികളാണ്. ആ കാര്യങ്ങള് 60, 70, 80 വർഷം ആയുസുള്ള മനുഷ്യൻ മുൻകൂട്ടി എല്ലാം മാസ്റ്റർ മൈൻഡ് ചെയ്തു തയ്യാറാക്കി എന്നൊക്കെ സങ്കല്പിക്കുന്നത് കുറച്ച് കടന്ന കൈയായിരിക്കും. അപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് വഖദ്ദർന ഫീഹ സൈർ, ഈ 2 ഭൂപ്രദേശങ്ങൾക്കും ഇടയിൽ നാം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രകടമായ ചില ജനസാന്നിധ്യമുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. നാം അങ്ങനെ ഒരുക്കിയിരുന്നു. എന്നിട്ട് അവയ്ക്കിടയിലുള്ള യാത്രാ ദൈർഘ്യം നാം കണക്കാക്കി അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ സഞ്ചാരികൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോ മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള ദൈർഘ്യം എത്രയാണ്, യാത്രാ ദൈർഘ്യം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ക്യുക്കായിട്ട് ആളുകൾക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ പതിവ് സഞ്ചാര മാർഗമാണത്, അല്ലെങ്കിൽ വഴിയാണ്. സ്വാഭാവികമായിട്ടും അത് ദൂരം എത്രത്തോളം ഉണ്ട്, അവയ്ക്കിടയിൽ തങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടൊക്കെയാണ് എന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിധത്തിലാണല്ലോ. ഇതേ ഒരു അവസ്ഥയാണ് ഈ സബയിലെ ഭൂപ്രദേശങ്ങൾക്കും ഈ ഫലസ്തീനിലെ ദൈവികാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ അർളുൽ മുഖദ്ദസ എന്നുള്ള വിശേഷിപ്പിക്കുന്ന വിശുദ്ധ ഭൂമിയിലേക്ക്
ഈ രണ്ടിനും ഇടക്കുള്ള പ്രദേശങ്ങൾ, അതിന്റെ യാത്രാ ദൈർഘ്യം, അവയ്ക്കിടയിലുള്ള സഞ്ചാരികൾക്കായുള്ള താവളങ്ങള്, ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങള്, ജലസ്രോതസ്സുകള്, അതുപോലെ അവരുടെ വാഹനം, അന്ന് ഒട്ടകവും കുതിരയും ഒക്കെ ആയിരുന്നിരിക്കുമല്ലോ, അവയ്ക്ക് തീറ്റ കിട്ടുന്ന പച്ചപ്പുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ അടയാളപ്പെടുത്തപ്പെട്ടതായിരുന്നു, എല്ലാവർക്കും അറിയുന്ന വിധത്തിലായിരുന്നു. വഖദ്ദർനാ ഫീഹ സൈർ. അപ്പോ ആ ഒരു അവസ്ഥയിൽ അവരോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യം എന്തായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അങ്ങനെ അള്ളാഹു പറഞ്ഞു എന്നൊന്നും പറയാതെ തന്നെ ആ മെസ്സേജ് അള്ളാഹു ഇവിടെ പങ്കുവെക്കുകയാണ്. സിറൂ ഫീഹ ലയാലിയ വ അയ്യാമൻ ആമിനീൻ. നിങ്ങൾ ഈ പാതയിലൂടെ സഞ്ചരിച്ചു കൊള്ളുക, രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ നിർഭയരായിക്കൊണ്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാം. ഇതാണ് അള്ളാഹു അവരോട് പറയുകയുണ്ടായത്. വിശുദ്ധ ഖുർആനില് അള്ളാഹു പറഞ്ഞു എന്ന് പറയാതെ അള്ളാഹു പറഞ്ഞ കാര്യം പറയുന്ന ഒരു ശൈലി പലയിടത്തും കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശം ഇതായിരുന്നു. പ്രവാചകന്മാർ മുഖേനയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരുടെ മാർഗദർശികളായിരുന്ന പിന്തുടർച്ചക്കാരുടെ ഉപദേശം എന്നുള്ള നിലക്കോ ഒക്കെ ആയിട്ട് അള്ളാഹു ഈ ആശയം അവരിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇതാണ്, സിറൂ ഫീഹ, നിങ്ങൾ ഈ പാതയിൽ, ഈ വഴിയിലൂടെ സഞ്ചരിച്ചു കൊള്ളുക, ലയാലിയ വ അയ്യാമൻ, രാവും പകലും സഞ്ചരിക്കാം. എങ്ങനെയാണ്? ആമിനീൻ, നിർഭയരായിക്കൊണ്ട്, നിർഭയത്വം അനുഭവിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ ഇതിലൂടെ രാവെന്നോ പകലെന്നോ നോക്കാതെ സഞ്ചരിച്ചോളൂ എന്നാണ് അവർക്ക് നൽകപ്പെട്ട നിർദ്ദേശം. കാരണം ആ വിധത്തില് ആ ഭൂപ്രദേശങ്ങളെ ഏറ്റവും ശാന്തിയും സമാധാനവുമുള്ള, നിയമവും ക്രമവും ഒക്കെയുള്ള, എല്ലാറ്റിനും ഒരു ചിട്ടയും അടുക്കുമുള്ള ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറെ കിട്ടിക്കൊണ്ടിരുന്ന ഭൂപ്രദേശങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു ഈ രണ്ടും. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ അർലുൽ മുഖദ്ദസ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഷാം ഫലസ്തീൻ പ്രദേശം. രണ്ടാമത്തത് ആദ്യം പരാമർശിച്ച ബൽദത്തുൻ ത്വയ്യിബത്തുൻ റബ്ബുൻ ഗഫൂർ എന്ന വിധത്തിൽ പരാമർശിക്കപ്പെട്ട ഈ സബഅ് പ്രദേശം. ഈ രണ്ട് ഭൂപ്രദേശങ്ങളും വലിയ ദൈവികാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ പ്രദേശങ്ങളായിരുന്നു. അവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിശാലമായ പാത, നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെയുള്ള ഒരു പാതയായിരുന്നു. അതിലൂടെ നിങ്ങൾക്ക് രാവെന്നോ പകലെന്നോ നോക്കാതെ, രാപ്പകലുകൾ ഭേദമില്ലാതെ നിങ്ങൾ സഞ്ചരിച്ചോളൂ എന്ന വിധത്തിലാണ്, നിർഭയമായിട്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാം എന്ന വിധത്തിലാണ് അവർക്ക് നിർദ്ദേശം നൽകപ്പെടുകയുണ്ടായത്. ഫഖാലു, അപ്പൊ അങ്ങനെയാണല്ലോ ദൈവികാനുഗ്രഹങ്ങള് അളവിലേറെ അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരുതരം അഹന്തയും ധിക്കാരവും അടിഞ്ഞുകൂടും. അത് പല സമൂഹങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു ഗർവ്, ദൈവികാനുഗ്രഹങ്ങളെ ഒരു വിലയില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഇപ്പൊ ഒരു ജോലി ഇല്ലാത്ത ഒരാള് ജോലിക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിച്ച് കൊതിച്ച് അത് അന്വേഷിച്ച് നടക്കും. ജോലി കിട്ടിക്കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞാൽ ആ തൊഴിലിനോട് തന്നെ ഒരു പുച്ഛം, ഇതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിയെങ്കിൽ മനുഷ്യനൊന്ന് വെറുതെ ഇരിക്കായിരുന്നു എന്നൊക്കെ പോലും പറയുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും അഹന്ത പ്രകടിപ്പിക്കുന്ന സംസാരമൊക്കെ കാണിക്കുന്ന കാണാം. ദൈവികാനുഗ്രഹങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാര്യത്തിൽ മനുഷ്യൻ പലപ്പോഴും ഈ വിധത്തില് നന്ദി കെട്ടവരായി മാറും. നാട്ടില് സുരക്ഷിതത്വവും അതുപോലെ തന്നെ നിർഭയത്വം ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ വില പലപ്പോഴും മനസ്സിലാക്കാത്ത പെരുമാറ്റം ആളുകളിൽ പ്രകടമാകും. അപ്പോ ആ ഘട്ടത്തിൽ അവരുടെ ദൈവികാനുഗ്രഹങ്ങളോടുള്ള പുച്ഛം കാണിച്ചുകൊണ്ട് അവര് സംസാരിക്കുന്നുണ്ടായത് ഇങ്ങനെയാണ്: റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന,
ഇത് അവർ പറഞ്ഞതാവണമെന്നില്ല, അവരുടെ മനസ്സിൽ തോന്നിയതുമാകാം. ഞങ്ങളുടെ യാത്രകൾക്ക് ദൈർഘ്യമേറെ ഉള്ളതാക്കണമേ എന്നാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം. റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ഹാൾട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്ന, അത് വളരെ കൃത്യമായിട്ട് അറിയുന്നതും എത്തിച്ചേരാവുന്നതും ഒക്കെയായ പ്രദേശമായിരുന്നല്ലോ ഈ പാതയുടെ ഓരങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ പാതയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കറിയാം അസ്ർ കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട 2 മണിക്കൂർ കൊണ്ട് സന്ധ്യയാകുന്നതിന് മുമ്പ് എത്തിച്ചേരാവുന്ന യാത്ര ലക്ഷ്യം ഏതാണെന്നൊക്കെയുള്ളത്. അത് നൽകുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ട്. ആ സുരക്ഷിതത്വത്തിന്റെ അതിലടങ്ങിയിട്ടുള്ള ദൈവികമായ അനുഗ്രഹം മനസ്സിലാക്കാതെ, ഇതിപ്പോ നമ്മൾ പുറപ്പെട്ടപ്പോ തന്നെ അപ്പുറത്തേക്ക് എത്തി, അവിടെയും ആളുകളാണ്, ജനനിബിഡമായിട്ടുണ്ട്, ഇതിലൊന്നും ഒരു അഡ്വഞ്ചറും ഇല്ല, ഒരു ത്രില്ലും ഇല്ല എന്നൊക്കെയുള്ള ഒരു മനസ്ഥിതിയിലാണ് ആളുകൾ ഇവിടെ പറയുകയുണ്ടായത്. റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, നമ്മുടെ യാത്രയുടെ ദൈർഘ്യമേറിയ വിധത്തിലാക്കണമേ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദൈർഘ്യമുള്ള വിശാലമായ മരുഭൂമിയിലൂടെ ഒക്കെ പോകുന്ന പോലെ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ട് രാവ് എത്തുകയും ഈ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുകയും മരുഭൂമിയുടെ അരക്ഷിതമായ അവസ്ഥ അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന അത്തരം കാര്യങ്ങള് ഉണ്ടാകുന്ന വിധത്തിലുള്ള യാത്രാമാർഗമാക്കണമേ എന്നാണ് ഇവർ പറയുന്നത്. അത് അള്ളാഹു സജ്ജീകരിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങൾ നൽകുന്ന സുരക്ഷിതത്വവും നിർഭയത്വവും എന്ന് അതിനെ വിലമതിച്ചുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു മനോഘടനയിൽ നിന്നാണ് ഈ സംസാരം ഉണ്ടായി വരുന്നത് തന്നെ. ഇനി സംസാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ തോന്നുന്ന ഒരവസ്ഥയെങ്കിലും ഉണ്ടാവുന്നു എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യം. അപ്പോ റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, ഞങ്ങളുടെ യാത്രകളെ ദൈർഘ്യമുള്ളതാക്കണമേ, അകലമുള്ളതാക്കണമേ. ഒരു ഹാൾട്ടിംഗ് പോയിന്റിൽ നിന്ന്, ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം വർദ്ധിച്ചതാക്കുകയും അങ്ങനെ അത് കാരണമായി അതിന്റെ എല്ലാ സാഹസികതകളും വേണ്ടിവരുന്ന വിധത്തിലാക്കണമേ എന്ന് പോലും അവർക്ക് മനസ്സിൽ തോന്നുകയുണ്ടായി. അല്ലെ അവർ പറഞ്ഞു. ഇതാണ് അവരുടെ ഒരു ധാർഷ്ട്യം പ്രകടമാക്കിയ ഒരു രീതി. അപ്പോ യമൻ മുതല് ഫലസ്തീൻ വരെയുള്ള ആ പാതയുടെ ഓരങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഖുറൻ ലാഹിറത്ത് ഉണ്ടായിരുന്നത്, പ്രത്യക്ഷത്തിൽ തന്നെ ശ്രദ്ധയിൽ വരുന്ന ജനവാസ കേന്ദ്രങ്ങളും നാടുകളും ഉണ്ടായിരുന്നത് യഥാർത്ഥത്തില് വിശാലമായ ദീർഘമായ ആ പാതയിലെ യാത്ര അവർക്ക് ഏറെ സുഗമമാക്കിയിരുന്നു, അത് എളുപ്പമുള്ളതാക്കിയിരുന്നു, അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കിയിരുന്നു, നിർഭയത്വം നൽകിയിരുന്നു എന്നതൊക്കെയാണ് അവസ്ഥ. പക്ഷെ അതിനോട് അവർക്ക് മടുപ്പ് എന്ന് പറഞ്ഞ ദൈവികാനുഗ്രഹങ്ങളെ പുച്ഛിക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും വീടുകളിൽ കുട്ടികളുടെയോ മുതിർന്നവരുടെയോ ഒക്കെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള സംസാരം ഉണ്ടാവും. പലപ്പോഴും വളരെ നല്ല ഭക്ഷണമായിരിക്കും നിരന്തരം അവര് കഴിക്കുന്നൊക്കെ ഉണ്ടാവും എല്ലാ നേരങ്ങളിലും. പക്ഷെ അത് ദൈവിക അനുഗ്രഹമാണ് എന്ന കാര്യം മറന്നുകൊണ്ട് അതിനോട് ഒരു പുച്ഛം കാണിക്കുന്ന സംസാരമൊക്കെ പലരും, നമ്മളൊക്കെ തന്നെയും നടത്തുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അത് ഒരു നന്ദി കെട്ട നിലപാടാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വീട് അള്ളാഹു നൽകിയ വലിയൊരു സുരക്ഷിതത്വമാണ്. അതിനെ വില കുറച്ച് കണ്ടുകൊണ്ട് അതിനെ പുച്ഛിക്കുന്ന വിധത്തിൽ നമ്മളുടെ പരാമർശം ഉണ്ടാകാൻ പാടില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലും യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിലും വാഹനത്തിന്റെ കാര്യത്തിലും അള്ളാഹു തന്ന ഏത് നിഅമത്തിനെയും നല്ല വിലയോടുകൂടി മൂല്യം കണ്ടുകൊണ്ട് കാണണം. അപ്പൊ നമ്മൾ വാഹനത്തിനെ കുറിച്ച്, ഒരു പഴയ വാഹനമായിരിക്കും, പക്ഷെ അള്ളാഹു നമുക്ക് അത് തന്നത് കൊണ്ട് മാത്രമാണ് അത് നമുക്കുള്ളത്. അത് വലിയ നിഅമത്താണ് എന്നത് എക്നോളജ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഇതൊരു പഴയ വണ്ടിയാണ്, പാട്ട വണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് മര്യാദകേടാണ്. മറിച്ച് എത്ര ചെറുതാണെങ്കിലും എത്ര വിറ്റാല് വില കിട്ടാത്തതാണെങ്കിലും അങ്ങനെയൊന്നുണ്ടല്ലോ, അതുള്ളത് കൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ ചെറുതും വലുതുമായ ദൈവിക അനുഗ്രഹങ്ങളെ
വലിയ മതിപ്പോടുകൂടി കാണുന്ന ഒരു നിലപാട് നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകണം. സമ്പന്നരായ ആളുകളുടെ വലിയ സംഗതികള്, വിലപിടിപ്പുള്ള സംഗതികളിനോടൊരു താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി പുച്ഛിച്ചു തള്ളുന്ന ഒരു നിലപാട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. ഇവിടെ സബകുകാർക്ക് സംഭവിച്ച ഒരു പിഴവ് അങ്ങനെയാണ്. അവര് പറഞ്ഞത് റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന എന്നാണ്. ഈ യാത്ര സുരക്ഷിതത്വമുള്ളതും നിർഭയത്വം നൽകുന്നതും അതുപോലെ യാത്രാ മാർഗത്തിൽ പലയിടങ്ങളിലുമുള്ള ജനവാസ കേന്ദ്രങ്ങൾ കാരണമായിട്ട് അവർക്ക് യാതൊരു പേടിയില്ലാതെ രാവും പകലും എന്നോണം സഞ്ചരിക്കാൻ പറ്റുന്നതുമായിരുന്നല്ലോ. അപ്പോഴാണ് ഇവരുടെ തലയിൽ വേണ്ടാത്തൊരു വിചാരം ഉദിക്കുന്നത്. ഇതിങ്ങനെ ഇടക്കിടക്ക് വീടുകളും ഗ്രാമങ്ങളും നാടുകളും ഒന്നും ഒരു സുഖമില്ല. നമുക്കൊരു സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ ആരും കാണാതെ ശ്രദ്ധയില്ലാതെ അങ്ങനെ അലസമായി സഞ്ചരിക്കാൻ പറ്റുന്ന, അതിന്റെ മരുഭൂമിയിലെ യാത്രയുടെ അൺപ്രഡിക്റ്റബിൾ നേച്ചർ, പ്രവചനാതീതമായ സ്വഭാവം കാരണമായിട്ടുള്ള ആ ത്രില്ലൊന്നും ഇത് കാരണമായിട്ട് കിട്ടുന്നില്ല എന്ന വിധത്തിലുള്ള ഒരു സംസാരം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മളുടെ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഒരുപാട് അകലമുള്ളതാക്കിയാൽ മതിയായിരുന്നു. ഇതിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങള് പട്ടണങ്ങളൊക്കെ ഉണ്ടായതിപ്പോ നമുക്കൊരു ഒരു ഒരു പിടുത്തം വിട്ട് പറക്കാൻ അല്ലെങ്കിൽ പിടുത്തം വിട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ലല്ലോ ഇത് കാരണമായി. പഴയ കാലത്ത് അറേബ്യയുടെ പല ഭാഗങ്ങളിലുമുള്ള യാത്ര എത്ര അരക്ഷിതമായിരുന്നു എന്നത് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈവേ റോബേഴ്സ് ഏത് നിമിഷവും മേല് വന്ന് ചാടി വീഴുകയും നമ്മളെ കൊള്ളയടിക്കുകയും നമ്മളിൽപ്പെട്ട ആളുകളെ തടവുകാരായി പിടിച്ചുകൊണ്ട് പോവുകയും അവരെ അടിമകളായി കമ്പോളങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത് പോലും ഉണ്ടായിരുന്നു. അങ്ങനെ തടവുകാരുടെ കയ്യിൽപ്പെട്ട രണ്ടാളുകൾ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരായവരുണ്ട്. ഒന്ന് നമുക്കറിയാവുന്ന സെയ്ദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അതുപോലെ സുഹൈബ് റൂമിക്കും അങ്ങനെ ഒരു അനുഭവം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൈബ് റൂമി മക്കയിൽ ജനിച്ച മക്കാരനായ ആളായിരുന്നു. അറബ് ഭൂപ്രദേശത്തുള്ള ആളായിരുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി റോമിലാണ് അദ്ദേഹം അടിമയായിട്ട് എത്തിച്ചേരുന്നത്. എന്നാൽ സെയ്ദ് ഇബ്നുൽ ഹാരിസ് വിദൂരമായ അറബ് പ്രദേശത്ത് നിന്ന് ഇങ്ങനെ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട് അടിമയായിട്ട് അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിനോട് അടുത്തുള്ള പ്രദേശത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികള് ഹൈവേ റോബേഴ്സിന്റെയും അത്തരം കൊള്ളക്കാരുടെയൊക്കെ സാന്നിധ്യം യാത്രകളെ വളരെ അരക്ഷിതമാക്കിയിരുന്നു. പകലും രാത്രിയും ഒരുപോലെ നിർഭയമായിട്ട് സഞ്ചരിക്കുക എന്നത് അവരുടെ ഒരു സ്വപ്നമായിരുന്നു പല ഭാഗങ്ങളിലും. പക്ഷെ ഇവിടെ യമൻകാർക്ക് അള്ളാഹു ഇങ്ങനെ വലിയൊരു അനുഗ്രഹം ചെയ്തു കൊടുത്തതിന്റെ വില മനസ്സിലാക്കാതെ അവര് പറഞ്ഞത് ബാഇദ് ബൈന അസ്ഫാരിന എന്നാണ്. എന്നിട്ട് വലമു അംഫുസഹും, അവരോട് തന്നെ അക്രമം ചെയ്യുന്നവരായിപ്പോയി. ഫജഅൽനാഹും അഹാദീസ, അതിനെ തുടർന്ന് അവരെ നാം വെറും കഥകളാക്കി മാറ്റി. അള്ളാഹുവിന്റെ നടപടി ഉണ്ടായി. അവര് പിന്നീട് ഒരു സമൂഹം എന്ന നിലക്ക് തലയെടുപ്പോടുകൂടി പിന്നെ ചരിത്രത്തിൽ നിലനിൽക്കുന്നില്ല. അവര് ചരിത്രത്താളുകളിൽ പരാമർശിക്കപ്പെടുന്ന കഥകൾ മാത്രമായി അവര്. ഒരു സമൂഹം എന്ന നിലക്ക് അവർക്ക് നിലനിൽപ്പുണ്ടായില്ല. അവര് തകർന്നുപോയി. അള്ളാഹു അവരെ നശിപ്പിച്ചു, ഛിന്ന ഭിന്നമാക്കി. അവര് പല ഭൂപ്രദേശങ്ങളിലേക്കുമായിട്ട് പലായനം ചെയ്ത് പലയിടങ്ങളിലും ഭൂമിയിൽ വേറിറങ്ങാത്ത അവസ്ഥയിൽ കഴിയുന്നവരായി മാറി. അങ്ങനെ പല ഗോത്രങ്ങളും യമനിൽ നിന്ന് പുറപ്പെട്ട് അവിടുന്ന് യാത്ര ചെയ്ത് അല്ലെങ്കിൽ പലായനം ചെയ്ത് പോയത് ചരിത്രത്തിൽ പരാമർശം കാണാം. ഗസാനികള് ജോർഡാൻ ഷാം പ്രദേശങ്ങളിലേക്കാണ് പോയത്. ഹുസാ ഗോത്രക്കാര് ജിദ്ദയുടെ അടുത്ത് തിഹാമ പ്രദേശത്താണ് എത്തിയത്. അസദ് ഗോത്രം ഒമാനിലേക്കാണ് പോയത്. അതുപോലെ ലഖം, ജുദാം, കിന്ദ പോലെയുള്ള ഗോത്രങ്ങൾ മറ്റു പലയിടങ്ങളിലേക്കുമാണ് പോയത്. ഔസ് ഗോത്രം, ഔസ് ഹസ്രജ് ഗോത്രങ്ങള് മദീനയിലേക്ക്, ഇന്നത്തെ മദീന, യസരിബ് എന്നായിരുന്നു അന്ന് അതിന്റെ പേര്, അവര് യസരിബിലേക്കാണ് എത്തുകയുണ്ടായത്. ഈ വിധത്തില് യമനിൽ അധിവാസം ഉറപ്പിച്ചിരുന്ന
ഗോത്രങ്ങൾ പലയിടങ്ങളിലായി ഛിന്ന ഭിന്നമായി പോവുകയായിരുന്നു. അവര് ചരിത്രത്തിൽ കഥകളായി മാറി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഹദീസ് എന്നത് ഹദീസിന്റെ ബഹുവചനാണ്. ഹദീസ് എന്ന് പറഞ്ഞ വിവരണം എന്നാണ് അർത്ഥം. അതിന്റെ ഭാഷാപരമായ അർത്ഥം അതാണ്, വിവരണം, ഒരു നരേഷൻ എന്ന്. അപ്പോ ചരിത്രത്തിലെയും കഥകളിലെയും കേവലം നരേഷനായിട്ട്, കഥകളായിട്ട് അവർ മാറി എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവരുടെ ഈ ധിക്കാര മനസ്ഥിതി, അഹന്ത അടങ്ങിയ മനസ്ഥിതി കാരണമായി ഒരു സമൂഹം എന്ന നിലക്ക് അവര് ശക്തിയോ പ്രതാപമോ തലയെടുപ്പോ ഉള്ളവരായിട്ട് നിലനിൽക്കാൻ കഴിയാതെ പല ഭാഗങ്ങളിലേക്കുമായി ചിന്നിച്ചിതറിപ്പോകുന്ന ഒരു വിഭാഗമായിട്ട് മാറി. എന്നിട്ട് അള്ളാഹു പറയുന്നത് വലമു അംഫുസഹും ഫജഅൽനാഹും അഹാദീസ, നാം അവരെ കഥകളാക്കി മാറ്റി, അവരെ നരേഷനാക്കി മാറ്റി. വമസ്സഖ്നാഹും കുല്ല മുമസ്സഖിൻ, അവരെ നാം ചിന്നിച്ചിതറിയവരായി അല്ലെങ്കിൽ പിച്ചി ചീന്തപ്പെട്ട അവസ്ഥയിലാക്കി. നാം അവരെ പിച്ചി ചീന്തി എന്ന് പറഞ്ഞ ഒരു സമൂഹം എന്ന നിലക്ക് കരുത്തും ശക്തിയുമുള്ള തലയെടുപ്പുള്ള ഒരു സമൂഹമായിട്ട് അവർക്ക് പിന്നീട് നിലകൊള്ളാൻ സാധിച്ചില്ല. അവർ പലയിടങ്ങളിലേക്കുമായിട്ട് സ്കാറ്റർ ചെയ്യപ്പെട്ടു. നാം അവരെ ആ വിധത്തില് സ്കാറ്റർ ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്. മസ്സക്ക എന്ന് പറഞ്ഞാൽ പിച്ചി ചീന്ത, തുണ്ടം തുണ്ടമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. നാം അവരെ തുണ്ടം തുണ്ടമാക്കി മാറ്റി, പിച്ചി ചീന്തി അല്ലെങ്കിൽ പല കഷ്ണങ്ങളാക്കി. മസ്സഖ്നാഹും കുല്ല മുമസ്സഖിൻ ഇന്ന ഫീ ദാലിക, നിശ്ചയമായിട്ടും ഈ ഒരു അനുഭവം ഉണ്ടല്ലോ, യമൻകാരുടെ ഈ ഒരു അനുഭവം, സബകാരുടെ ഈ അനുഭവം, അതില് ആയാത്തി, വലിയ പാഠങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആർക്കാണ്? ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ, സഹനം അവലംബിക്കുന്നവരും കൃതജ്ഞത കാണിക്കുന്നവരുമായ ആളുകൾക്ക് നിശ്ചയമായിട്ടും സബകാരുടെ ഈ അനുഭവത്തില് വലിയ പാഠം, വലിയ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കണ്ടുകൊണ്ട് അവയെ പുച്ഛിച്ചുകൊണ്ട് പരാമർശിച്ച് സംസാരിച്ച ഒരു ധാർഷ്ട്യതയും അതുപോലെ ഒരു ഗർവവും ഒക്കെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കാത്ത ഒരു നിലപാട് കാണിച്ചുകൊണ്ട് ജീവിച്ച ആ സമൂഹം യഥാർത്ഥത്തിൽ പിന്നീട് തുന്നം പാടുകയാണ് ഉണ്ടായത്. അവര് പല നാടുകളിലേക്കുമായിട്ട് ചിന്നിച്ചിതറിയവരായി മാറി. ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് പിന്നെ സബഇനെ ആരും എവിടെയും ചരിത്രത്തിലല്ലാതെ പരാമർശിക്കുന്നില്ല. സബ് എന്നത് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരു സമൂഹമോ അവരെവിടെയാണ്, ഏത് നാട്ടിലാണ് എന്ന് ചോദിക്കുന്ന വിധത്തിലാണ് അവരുടെ അവസ്ഥയുള്ളത്. പലയിടങ്ങളിലുമായിട്ട് അവർ ചിന്നിച്ചിതറിപ്പോയി. ഒരു സമൂഹം എന്ന നിലക്ക് അവർക്ക് നിലനിൽപ്പോ അസ്തിത്വമോ ഇല്ലാതെ ആയി എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യത്തില് വലിയൊരു പാഠമുണ്ട്, വലിയൊരു ദൃഷ്ടാന്തമുണ്ട്. ആർക്കാണ്? ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ എന്നാണ് അള്ളാഹു പറയുന്നത്. സഹനം അവലംബിക്കുന്ന, അതുപോലെ നന്ദി കാണിക്കുന്ന, കൃതജ്ഞത കാണിക്കുന്ന ശീലമുള്ളവർക്ക് ഇതില് വലിയൊരു പാഠമുണ്ട് എന്നതാണ് അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.